ഫസ്റ്റ്ലി 40,000 എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലത്തെ ഒരു സാലറിയാണ്. ഓക്കെ, അല്ലാതെ ചെറിയ ക്ലിനിക്കിലൊന്നും അല്ല. ബാംഗ്ലൂർ പോലെയുള്ള ഒരു മെട്രോ സിറ്റിയിൽ ഈ ശമ്പളം നക്കാപ്പിച്ച് തന്നെയാണ്. അഫ്രീന അഷ്റഫ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്കായി ഞാൻ ചുരുക്കി ഒന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ കോമഡി കണ്ടന്റ് ഒക്കെ ചെയ്ത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു ക്രിയേറ്റർ. കഴിഞ്ഞ ദിവസം ഒരു ഫോളോവർ പുള്ളിക്കാരിനോട് ചോദിച്ചു MBBS പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് ഡോക്ടർ ജോലി ചെയ്യാത്തതെന്ന്. സ്വാഭാവികമായ ഒരു ക്രിയേറ്റർ ആയതുകൊണ്ട് പുള്ളിക്കാരി കോമഡി സ്റ്റൈലിലാണ് റിപ്ലൈ കൊടുത്തത്. ആ റിപ്ലൈ അഹങ്കാരമാണെന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു. ആദ്യം തന്നെ നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഇത് അഫ്രീന അഷ്റഫ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. MBBS കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നും ഡോക്ടർമാർക്ക് ലഭിക്കുന്നത് ആദ്യ ശമ്പളമായ 40,000 രൂപ നക്കാപ്പിച്ചയാണെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. ഈ പ്രസ്താവന കേട്ടപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ് ഉണ്ടായത്. ഒരു ചർച്ചയും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഒരു MBBS പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏകദേശം 50 ലക്ഷം രൂപ തൊട്ട് 1,20 ലക്ഷം രൂപ തന്നെ നീറ്റ് എഴുതാതെ പഠിച്ചാൽ വരും. ഇനി നീറ്റ് എഴുതി പഠിച്ചാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഏകദേശം ഈ പറഞ്ഞ ചെലവിനേലും കുറച്ച് കുറവുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ലോൺ എടുത്ത് പഠിച്ചവർക്കാണെങ്കിൽ ഈ 40,000 രൂപയിൽ നിന്ന് അവരുടെ ചെലവ് കഴിഞ്ഞു പോവുകയും അതുപോലെ തന്നെ ലോണ് അടച്ചു പോകുക എന്ന് പറയുന്നതും കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. 40,000 രൂപ എന്നൊക്കെ പറയുന്നത് നക്കാപ്പിച്ചയാണോ എന്നും പലരും അത്ഭുതത്തോടെ ചോദിക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ദിവസം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർക്ക് പോലും എത്താൻ കഴിയാത്തൊരു തുകയാണിത്. മറ്റു പല തൊഴിൽ മേഖലകളിലും ബിരുദാനന്തര ബിരുദാനികൾക്ക് പോലും ഇതിലും കുറഞ്ഞ ശമ്പളമാണ് തുടക്കത്തിൽ ലഭിക്കുന്നത് എന്ന വസ്തുത നിലനിൽക്കെ ഈ വാദം അല്പം കടന്ന കൈയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റു ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ എടുത്തുവെച്ച് നോക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ? കാരണം MBBS ന് വരുന്ന ചെലവും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും മറ്റു കോഴ്സുകൾക്കൊന്നും വരില്ല. ഡോക്ടർമാർ അവരുടെ പഠനത്തിനായി ഒരുപാട് കാലം കഷ്ടപ്പെടുന്നു. വലിയ തുക ഹോസ്റ്റൽ ഫീസും മറ്റുമായി ചെലവഴിക്കുന്നു എന്ന വാദങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും അതിൽ മുടക്കുന്ന തുക ഒരു നിക്ഷേപം മാത്രമാണ്. നിക്ഷേപിക്കാനാണെങ്കിൽ വല്ല ഷെയർ മാർക്കറ്റിലും പോയി ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. മെഡിക്കൽ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ പലവരോടും ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞത് വളരെയധികം ചെലവും കഷ്ടപ്പാടുമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് ആ ചെലവിനും കഷ്ടപ്പാടിനും അനുസരിച്ചുള്ള റിട്ടേൺ ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് 100% നടക്കുന്ന ഒരു കൊള്ളയാണ്. ഇതാണ് അഫ്രീന അഷ്റഫിനെതിരായി സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റ്. അഫ്രീന അഷ്റഫ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് മെഡിക്കൽ രംഗത്ത് നടക്കുന്ന വലിയൊരു കൊള്ള തന്നെയാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ വ്യക്തികളെ ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി ചെയ്യണമെങ്കിൽ തന്നെ 20-30 ലക്ഷം രൂപ മേടിക്കും. എന്നിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഡോക്ടർമാർക്ക് ലഭിക്കുന്നതോ ഈ നക്കാപ്പിച്ചയായ ഒരു തുക. ഡോക്ടർമാരെ മറവാക്കിക്കൊണ്ട് മെഡിക്കൽ കമ്പനികൾ കൊള്ള ലാഭമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടൊരു വ്യക്തി ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ പോലുള്ള രോഗികളെ മെഡിക്കൽ കമ്പനികൾ പിഴിഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർമാരെയും ചൂഷണം ചെയ്യണമെന്നാണോ ഈ പോസ്റ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിനെതിരെ അഫ്രീന അഷ്റഫ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. താങ്കൾ അത് ഹൈഡ് ചെയ്യുകയും ചെയ്തു. താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് 100% യോജിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല. താങ്കളുടെ ഒപ്പീനിയൻ പൊതുസമൂഹം അറിഞ്ഞ പോലെ അഫ്രീന അഷ്റഫിന്റെയും ഒപ്പീനിയൻ പൊതുസമൂഹം അറിയട്ടെ. അവിടെ ഇപ്പൊ ഇത്ര തെറ്റെന്താണ് ഇരിക്കുന്നത്? എന്തായാലും നമുക്ക് ആ പോസ്റ്റും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഇത് ഞാനാണ്. കഷ്ടപ്പെട്ട് 6 വർഷം പഠിച്ചു ഫസ്റ്റ് ക്ലാസ്സിൽ MBBS പാസ്സായി. കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ പണിയെടുക്കുന്നതിനുള്ള ന്യായമായ ശമ്പളം വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. 40,000 രൂപ ബംഗളൂരുവിലെ മികച്ച ഹോസ്പിറ്റലിലെ ശമ്പളമാണ്. ഇവിടെ ജീവിക്കുന്ന ആർക്കും അറിയാം അത് നക്കാപ്പിച്ചയാണ്. പുറത്തുനിന്ന് നോക്കിക്കാണുന്നവർക്ക് പല കോപ്രായങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവും. മറ്റ് ജോലികൾ ചെയ്യുന്നവർക്ക് കുറഞ്ഞ ശമ്പളം ആണെന്ന് വെച്ച് തൃപ്തിപ്പെടണം എന്നത് ശരിയായി തോന്നുന്നില്ല. ഏതു ജോലി ചെയ്യുന്നവർക്കും അവർ അർഹിക്കുന്ന ന്യായമായ ശമ്പളം കൊടുക്കണം എന്നാണ് എൻ്റെയും ആഗ്രഹം. ചുരുക്കത്തിൽ ആ പോസ്റ്റിൽ അഫ്രീന അഷ്റഫ് പറഞ്ഞത് ഏതൊരു ജോലിക്കും ന്യായമായൊരു കൂലി ലഭിക്കണം. അത് 100% സത്യമായൊരു കാര്യമാണ്. അഫ്രീന അഷ്റഫിന്റെ ഒരു നേച്ചർ വെച്ച് അനീതി കണ്ടാൽ പ്രവർത്തിക്കും. അത് അങ്ങനെ തന്നെ വേണം. കാരണം നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പല ചൂഷണങ്ങളും കുറയണമെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം. അഫ്രീന അഷ്റഫിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. അതായത് MBBS പഠിച്ചിട്ട് പുള്ളിക്കാരിക്ക് കുടുംബം പുലർത്തേണ്ട ഗതികേടില്ല. എന്നിട്ടും പുള്ളിക്കാരി നമ്മളെ പോലുള്ള സാധാരണക്കാരായ വ്യക്തികൾക്ക് വേണ്ടിയാണ് മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന ചൂഷണം ചൂണ്ടിക്കാണിച്ചത്.
അതിനെ ഇങ്ങനെ അഹങ്കാര വാക്കുകളായിട്ട് ഒടിച്ചു കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ പോലുള്ള വ്യക്തികൾ ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ ഇങ്ങനെ നടക്കുന്ന ചൂഷണങ്ങൾക്ക് ഒരു പരിധി വരെ തടസ്സമിടാൻ കഴിയൂ. എനിക്ക് അഫ്രീന അഷ്റഫിന്റെ പ്രതികരണം പോസിറ്റീവായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.